Hi dears, welcome to Adish Creations. ഇന്ന് നമ്മൾ Dry Clay യൂസ് ചെയ്തിട്ടുള്ള ഒരു ജ്വല്ലറി സെറ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ക്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചപ്പാത്തി സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മോൾഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഷേപ്പൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാംഗോയുടെ ഷേപ്പിലുള്ള ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഷേപ്പുകൾ ചെയ്തെടുക്കാം. ഇതുപോലെ കുറേ ഷേപ്പുകൾ നമുക്ക് ചെയ്തെടുക്കാം. ബന്ധ ചെയ്തതിന് ശേഷം സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതാ ഇവിടെ ഞാൻ കുറേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് കുറേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കിള എടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അത് സ്റ്റിക്ക് ബീഡ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ ഇതിന് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമുക്കിനി ഒരു ഷേപ്പിനൊക്കെ നമുക്ക് ഒരു സിമ്പിൾസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ സെൻറ്ററിലായിട്ടൊരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനിൽ നമുക്ക് ഈ ഒരു ഡോൾ യൂസ് ചെയ്തിട്ട് കുറേ ഡോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡോൾസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ജിമിക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ജിമിക്കി ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ടൂളിൻ്റെ ആ ഒരു ഭാഗം യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തൊരു കുരുവ് പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കണം ജിമിക്കി. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് കൊടുക്കാവൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പെയിൻറ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല. അടുത്ത നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഞാൻ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഈ ഡ്രൈ ക്ലേ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് സൺലൈറ്റിലൊന്ന് വെക്കാനായിട്ട്. നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്രാക്ക് നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ഈ ക്രാക്ക് വന്നിട്ടുള്ള ഭാഗമൊക്കെ ഇതുപോലൊരു ടൂൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്രാക്കൊക്കെ വീഴും. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദിവസം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം പിറ്റേ ദിവസം നമുക്കൊന്ന് സൺലൈറ്റിൽ വെച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ജിമിക്കിക്ക് മുകളിലൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം മൊത്തം ഡോച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റിക്ക് ബീഡ് നമ്മൾ ചെയ്തല്ലോ. ഇനി ആ സ്റ്റിക്ക് ബീഡൊക്കെ നമ്മുടെ ഈ ഒരു ജിമിക്കിയുടെ താഴെയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഫിക്സ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റഡ് ഇങ്ങനെയായിരിക്കും വരുന്നത്. സ്റ്റഡ് യൂസ് ചെയ്തിട്ട് യൂപ്പിൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റഡിലേക്ക് ഐപ്പിൻ ഫിക്സ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഇങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ജ്വല്ലറിക്ക് ഒരു എന്താ പറയുക ലോക്കറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധയുടെ ഒരു മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മോൾഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ലോക്കറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് പതിയെ അതൊന്ന് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ബാക്കിയുള്ള ഭാഗമൊക്കെ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്ത് കളയുക. അത്യാവശ്യം തിക്കായിട്ട് തന്നെ എടുക്കണം കേട്ടോ. കാരണം ലോക്കറ്റിന് കുറച്ച് കട്ടിയുണ്ടല്ലോ. അതുപോലെ നമ്മുടെ ഈ ബാക്കിയുള്ള ഷേപ്പ് ചെയ്തല്ലോ, മാങ്കോയുടെ ഷേപ്പ് ചെയ്തതിനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൈകൊണ്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കുറച്ച് ഓയിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയല്ലോ. അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്. അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്യുമ്പോൾ ഓളെന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. അത് തന്നെ പ്രസ് ചെയ്യാനായിട്ട് മറക്കല്ലേ. എങ്കിലും ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.